The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. A few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. The moment the cobra struck, കോബ്ര ആക്രമിച്ച ആ നിമിഷം ദ ക്രോ ആൻഡ് ദ മൈന, കാക്കയും മൈനയും, ഹേൾഡ് ദംസെൽഫ് അറ്റ് ഹിം. ഹേൾഡ് മീൻസ് വീശിയെറിഞ്ഞു. അവർ സ്വയം അവൻ്റെ നേരെ വീശിയെറിഞ്ഞു, അവൻ്റെ നേരേക്ക് കുതിച്ചു. ഓൺലി ടു കൊളൈഡ്, കൂട്ടിമുട്ടാൻ വേണ്ടി മാത്രം. ഹെവിലി, ശക്തിയായി. ഇൻ മിഡ് എയർ, വായുവിൽ കൂട്ടിമുട്ടാൻ വേണ്ടി മാത്രം. ഷ്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ, പരസ്പരം കൂവി വിളിച്ചുകൊണ്ട്. ദേ റിട്ടേൺഡ്, അവർ മടങ്ങി. ടു ദ കാക്ടസ് പ്ലാന്റ്, കാക്ടസ് ചെടിയിലേക്ക്. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ്, കുറച്ച് രക്തത്തുള്ളികൾ. ഗ്ലിസണ്ട്, തിളങ്ങി. ഓൺ ദ കോബ്രാസ് ബാക്ക്, കോബ്രയുടെ മുതുകിൽ, പുറംഭാഗത്ത്. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്, കോബ്ര വീണ്ടും ആക്രമിച്ചു, പക്ഷെ അത് മിസ്സായി. എഗെയിൻ ദ മംഗൂസ് സ്പ്രാങ്, വീണ്ടും മംഗൂസ് ചാടി. അസൈഡ്, ഒരു ഭാഗത്തേക്ക്. എന്നിട്ട് ജംപ്ഡ് ഇൻ, വീണ്ടും അകത്തേക്ക്, ഉള്ളിലേക്ക് തന്നെ തിരിച്ച് ചാടി. ആൻഡ് ബിറ്റ്, എന്നിട്ട് കടിച്ചു. എഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്, വീണ്ടും പക്ഷികൾ പാമ്പിൻ്റെ നേരെ താഴേക്ക് ചാടി. ബംപ്ഡ് ഇൻ ടു ഈച്ച് അതർ ഇൻസ്റ്റഡ്, പാമ്പിൻ്റെ ദേഹത്ത് കൂട്ടിമുട്ടുന്നതിന് പകരം അവർ പരസ്പരം കൂട്ടിമുട്ടുകയും, ബംപ്ഡ് കൂട്ടിമുട്ടി. ആൻഡ് റിട്ടേൺഡ്, എന്നിട്ട് മടങ്ങി. ഷ്രീക്കിംഗ്, കൂവി വിളിച്ചുകൊണ്ട്. ടു ദ സേഫ്റ്റി, സേഫ്റ്റി മീൻസ് സുരക്ഷിതത്വം. ഓഫ് ദ കാക്ടസ്, കാക്ടസിൻ്റെ. ദ തേർഡ് റൗണ്ട് ഫോളോഡ് ദ സെയിം കോഴ്സ് ആസ് ദ ഫസ്റ്റ്, ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്. ദ ക്രോ ആൻഡ് ദ മൈന, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turned back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. The third round followed the same course as the first. മൂന്നാമത്തെ റൗണ്ടും ഒന്നാമത്തെ റൗണ്ട് പോലെ തന്നെ നടന്നു. കോഴ്സ് മീൻസ് ഗതി. ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്, പക്ഷേ ഒരു വലിയ മാറ്റം, വ്യത്യാസം. ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമിൻ, കാക്കയും മൈനയും അപ്പോഴും തീരുമാനിച്ചു. ടു ടേക്ക് പാർട്ട്, ഭാഗവാക്കാകാൻ. ഇൻ ദ പ്രൊസീഡിങ്സ്, നടപടിക്രമങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ. ഡൈവ്ഡ് അറ്റ് ദ കോബ്ര, കോബ്രയ്ക്ക് നേരെ താഴേക്ക് ചാടി. ബട്ട് ദീസ് ടൈം, പക്ഷേ ഈ സമയം. ദ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്, അവരുടെ ലക്ഷ്യവും അതുപോലെ അവർ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുന്നതും അവർക്ക് മിസ്സായിപ്പോയി. ദ മൈന ഫ്ലൂ ഓൺ, മൈന പറന്നു. ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പേർച്ച്, അതിൻ്റെ കൊമ്പിലേക്ക് എത്തി. ബട്ട് ദ ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ, പക്ഷേ കാക്ക, പുൾ അപ്പ് മീൻസ് സ്റ്റോപ്പ്, വായുവിൽ നിൽക്കാൻ ശ്രമിച്ചു. ആൻഡ് ടേൺ ബാക്ക്, എന്നിട്ട് തിരിച്ച് പോവാൻ. ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടൂക്ക് ഹിം ടു ഡു ദിസ്, ആ കാക്ക അത് അങ്ങനെ ചെയ്ത ആ നിമിഷം. ദ കോബ്ര വിപ്പ്ഡ്, കോബ്ര വീശിയെടുത്തു. ഹിസ് ഹെഡ്, അവൻ്റെ തല. ബാക്ക്, തിരിച്ച് വീശിയെടുത്തു. ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, വലിയ ശക്തിയോടുകൂടി അടിച്ചു. ഹിസ് സ്നൗട്ട്, അവൻ്റെ വായ. തഡിങ് എഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി, കാക്കയുടെ ദേഹത്ത് തട്ടിക്കൊണ്ട്. ഐ സോ ദ ബേർഡ് ഫ്ലങ് നിയർലി 20 feet across the garden, where after fluttering about for a while
It lay still. The myna remained on the cactus plant, very wisely refrained from interfering again. I saw the bird. ഞാൻ ആ പക്ഷിയെ കണ്ടു, ആ കാക്കയെ കണ്ടു. ഫ്ലങ് നിയർലി 20 feet അക്രോസ് ദ ഗാർഡൻ. ആ തോട്ടത്തിൻ്റെ കുറുകെ ഏകദേശം 20 അടി അപ്പുറത്തായി വലിച്ചെറിയപ്പെട്ടതായിട്ട്. വേർ ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് ഫോർ എ വൈൽ. അവിടെ വെച്ച് കുറച്ച് നേരം പിടഞ്ഞതിന് ശേഷം ഇറ്റ് ലേ സ്റ്റിൽ. അത് നിശ്ചലമായി കിടന്നു. ദ മൈന റിമൈൻഡ്. മൈന അവശേഷിച്ചു. ഓൺ ദ കാക്ടസ് പ്ലാന്റ്. കള്ളിമുൾ ചെടിയുടെ മേൽ. വെരി വൈസ്ലി റിഫ്രൈൻഡ്. വളരെ ബുദ്ധിപൂർവം മാറി നിന്നുകൊണ്ട്. ഫ്രം ഇൻ്റർഫിയറിങ് അഗെയിൻ. വീണ്ടും ഇടപെടുന്നതിൽ നിന്നും. The cobra was weakening, and the mongoose, walking fearlessly up to it, raised himself on his short legs, and with lightning snap had the big snake by the snout. The cobra writhed and lashed about in a frightening manner, and even coiled itself about the mongoose, but all to no avail. The little fellow hung grimly on until the snake had ceased to struggle. He then smelled along its quivering length, and gripping it round the hood, dragged it into the bushes. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. The cobra was weakening. Cobra വീക്കായിക്കൊണ്ടിരുന്നു. അതിൻ്റെ ശക്തി ക്ഷയിച്ചു കൊണ്ടിരുന്നു. ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി. മംഗൂസ് പേടിയില്ലാതെ നടന്നു. അപ് ടു ഇറ്റ്. അതിൻ്റെ അടുത്തേക്ക്. റൈസഡ് ഹിംസെൽഫ് ഓൺ ഈ ഷോർട്ട് ലെഗ്സ്. അവൻ്റെ ചെറിയ കാലിൽ അത് ഉയർന്നു. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ്. വളരെ വേഗത്തിലുള്ള ഒരു ആക്രമത്തിലൂടെ ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. ആ വലിയ പാമ്പിനെ വായിലാക്കി. ദ കോബ്ര റൈത്തഡ്. പാമ്പ് പുളഞ്ഞു. ആൻഡ് ലാഷ്ഡ് അബൌട്ട്. ലാഷ്ഡ് അബൌട്ട് എന്നാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ചലിക്കുക എന്നാണ്. ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. പേടിപ്പെടുത്തുന്ന രീതിയിൽ അതിങ്ങനെ ഇളകിക്കൊണ്ടിരുന്നു, അനങ്ങിക്കൊണ്ടിരുന്നു. ആൻഡ് ഈവൻ കോയിൽ ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്. അത് മംഗൂസിനെ ചുറ്റുക പോലും ചെയ്തു. ബട്ട് ഓൾ ടു നോ അവെയിൽ. പക്ഷേ എല്ലാം വിഫലം. അതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി. ആ ചെറിയ ആൾ, അതായത് മംഗൂസ്, ഹങ് തൂങ്ങി, ഗ്രിംലി ശക്തിയായി, ഗ്രിംലി ഓൺ, അൺടിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ്. സീസ്ഡ് മീൻസ് സ്റ്റോപ്പ്ഡ്. ആ പാമ്പ് നിർത്തുന്നത് വരെ. ടു സ്ട്രഗിൾ, പോരാട്ടം, പോരാടുന്നത് നിർത്തുന്നത് വരെ. ഹി ദെൻ സ്മെൽഡ്. എന്നിട്ട് അവൻ മണത്തു. അലോങ് ഇറ്റ്സ് ക്യുവറിംഗ് ലെങ്ത്. വിറക്കുന്ന അതിൻ്റെ ആ ശരീരം മുഴുവനും. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ്സ്. അതിനെ പിടിച്ചുകൊണ്ട്. റൗണ്ട് ദ ഹുഡ്. പത്തിക്ക് ചുറ്റും. ഡ്രാഗഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. അതിനെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ദ മൈന ഡ്രോപ്പ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്. മൈന ജാഗ്രതയോടെ നിലത്തേക്ക് ഇറങ്ങി. ഹോപ്പ്ഡ് അബൌട്ട്. ചാടി ചാടി നടന്നു. പിയേർഡ് ഇൻ ടു ദ ബുഷസ്. കുറ്റിക്കാട്ടിലേക്ക് പാളി നോക്കി, എത്തി നോക്കി. ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്. വളരെ സേഫായ, സുരക്ഷിതമായ ദൂരത്ത് നിന്നും. ആൻഡ് ദെൻ എന്നിട്ട് വിത്ത് എ ഷ്രിൽ ക്രൈ. ഉച്ചത്തിലുള്ള ശബ്ദത്തോടുകൂടി. എന്തിൻ്റെ? ഓഫ് കൺഗ്രാജുലേഷൻ. അഭിനന്ദനത്തിൻ്റെ. ഫ്ലൂ അവേ. ദൂരേക്ക് പറന്നുപോയി. വെൻ ഐ ഹാഡ് ഓൾസോ മെയ്ഡ് എ കോഷ്യസ് ഡിസെൻറ്റ് ഫ്രം ദ ട്രീ ആൻഡ് റിട്ടേൺ ടു ദ ഹൗസ്, ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with scraps from the kitchen. He had never tried taming it, because the wild mongoose was more useful than a domesticated one. When I had also made a cautious descent. ഞാനും വളരെ ജാഗ്രതയോടുകൂടി ഇറങ്ങിയപ്പോൾ. ഫ്രം ദ ട്രീ. മരത്തിൽ നിന്നും. ആൻഡ് റിട്ടേൺ ടു ദ ഹൗസ്. വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. ഞാൻ കണ്ട ഫൈറ്റിനെ കുറിച്ച് ഗ്രാൻഡ് ഫാദറോട് പറഞ്ഞു.
ഹി വാസ് പ്ലീസ്ഡ്, അവൻ വളരെ സന്തോഷിച്ചു. ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ, മംഗൂസ് വിജയിച്ചതിൽ. ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലീവ് ഇൻ ദ ഗാർഡൻ, അദ്ദേഹം മംഗൂസിനെ ആ തോട്ടത്തിൽ ജീവിക്കാൻ വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്തിന്? ടു കീപ്പ് എവേ ദ സ്നേക്സ്, പാമ്പുകളെ വിദൂരത്താക്കാൻ, അകറ്റാൻ. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാബ്സ്, സ്ക്രാബ്സ് മീൻസ് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ. ഫ്രം ദ കിച്ചണിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അദ്ദേഹം ദിവസവും സ്ഥിരമായി അതിന് ഭക്ഷിപ്പിച്ചു. ഹി ഹാഡ് നെവർ ട്രൈഡ്, അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചില്ല. ടൈമിങ് ഇറ്റ്, അതിനെ മെരുക്കാൻ. ബിക്കോസ്, കാരണം വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ, വൈൽഡ് മംഗൂസാണ്, കാട്ടുമംഗൂസാണ് കൂടുതൽ ഉപകാരപ്രദം ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ, മെരുക്കിയെടുത്ത അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന ഒരു മംഗൂസിനേക്കാൾ.